CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യോഗത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നറിയാനായിട്ട് മാധ്യമങ്ങളെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് പിണറായി വിജയനെതിരെ. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിനെതിരെ ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും അതുപോലെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗമെങ്കിലും എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടുകൂടി പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ധൈര്യമുണ്ടാകുമോ, തോൽവിയുടെ കാരണം നിങ്ങളാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടാകുമോ എന്നൊക്കെയാണ് ഇവർ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ പോലും അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ യാതൊരു കാരണവുമില്ല, അല്ലെങ്കിൽ അത് സാധ്യമാവില്ല ഇപ്പോഴത്തെ ഈ പാർട്ടിയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമത ശബ്ദം ഉണ്ടാകും എന്ന് തോന്നിയാൽ തന്നെ അതിനു മുമ്പ് തന്നെ അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തു വെച്ചിട്ടുള്ള കൈവശമുള്ള ഇൻ്റലിജൻസും അതുപോലെ സ്റ്റേറ്റ് പോലീസും ഒക്കെ കൈവശമുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവരെ പൂട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ അവരെ തന്നോട് തനിക്കെതിരാക്കാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുണ്ട്. ഒരു പഴയ സംഭവം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമാവും. ഇപ്പോഴുള്ളൊരു സംഭവവും പഴയ സംഭവവും ഞാൻ നിങ്ങളോട് പറയാം. അതിൽ പഴയ സംഭവം, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഒരു തിരുവനന്തപുരത്ത് പ്രദർശനത്തിന് വെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വിനോദിനി, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള വിനോദിനി ബാലകൃഷ്ണനും അതുപോലെ തന്നെ മക്കളുമൊക്കെ ഒരു തവണ ഒരു ബൈറ്റ് കൊടുത്തിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും മാധ്യമങ്ങൾക്ക്. അങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കുകയും അതിൻ്റെ പുറത്ത് ചില വിവാദങ്ങൾ ഉണ്ടാവുകയും, അതായത് പിണറായി വിജയന് തൊട്ടടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് യാത്ര പോകാനുള്ളത് കൊണ്ടാണ് അവിടെ തിരുവനന്തപുരത്ത് ഒരു പൊതുദർശനത്തിന് വെക്കാൻ സമ്മതിക്കാതിരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് യാത്ര പോകേണ്ടതുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശവസംസ്കാരം നടത്തണമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്ത് അതുകൊണ്ടാണ് കണ്ണൂർക്ക് നേരെ ഡെഡ് ബോഡി കൊണ്ടുവന്നത് എന്നുള്ള വിമർശനം വന്നുണ്ടായി. ഈ വിമർശനം ഒന്ന് പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങുന്നു എന്ന് ആലോചിച്ചപ്പോഴേക്കും, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ അവർ പെട്ടെന്ന് കർമ്മനിരതരാവുകയും അവർ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ചെന്നിട്ട് ഒരു ചീട്ടുകളി സംഘത്തെ പിടികൂടുകയും ചെയ്തു. ചീട്ടുകളി സംഘം എന്ന് പറഞ്ഞാൽ കാശ് വെച്ച് ചീട്ട് കളിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ അങ്ങനെ കാശ് വെച്ച് ചീട്ട് കളിക്കുന്ന സംഘത്തെ പിടികൂടിയതിന് ശേഷം 5.5 ലക്ഷം രൂപയും അവരുടെ കൈക്കലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ തന്നെയുള്ള ഈ റൂം ആരുടെ പേരിലാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസിൻ്റെ MD ആയിട്ടുള്ള ഒരു SR വിനയകുമാറിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ വിനയകുമാറിൻ്റെ പേരിലാണെന്ന് മനസ്സിലാക്കിയിട്ട് FIRൽ ആദ്യത്തെ പേരുകാരനായി അദ്ദേഹത്തെ ചേർക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ ചീട്ടുകളി സംഘത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഈ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസിൻ്റെ ഈ പറയുന്ന SR വിനയകുമാർ. ഇദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ്റെ ബ്രദറിലോയാണ്, അതായത് അളിയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റ് അതായത് നടത്തിയിട്ടുള്ള വിനോദിനിയുടെ, ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് എന്ന് പറയുന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വാർത്തയോടുകൂടി പിറ്റേ ദിവസം തന്നെ ബിനീഷ് കോടിയേരിയും അതുപോലെ തന്നെ ബിനോയ് കോടിയേരിയും ഒക്കെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു വിവാദമില്ലെന്നും ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം ഏത് സമയത്താണ് എന്ത് കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസും ഒക്കെ അദ്ദേഹം പഠിച്ചു വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊന്നും ഒരാളും തന്നെ എതിർക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഇവിടുത്തെ സാധാരണ ജനം മനസ്സിലാക്കണം. അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോഴും വിശ്വസിച്ച് നിൽക്കുന്ന, അവിടെ പാർട്ടി ഒരു തിരുത്തൽ വരുത്തുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒന്ന്, ഇനി ഇപ്പോഴത്തെ ഒരു സംഭവം കൂടിയുണ്ട്. ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു ആൾ, അദ്ദേഹം ഒരു ഏരിയ കമ്മിറ്റി മെമ്പറാണ്, കോഴിക്കോട് ടൗൺ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ആദ്യം മുഹമ്മദ് റിയാസൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. പിന്നീട് ആ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അവിടെ ഒരു എളമരം കരീമിൻ്റെയും മോഹന മാസ്റ്ററുടെയൊക്കെ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുകയും തൊട്ടിപ്പുറത്തെ ഭാഗത്ത് മുഹമ്മദ് റിയാസിൻ്റെയും വസീഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു യങ്ങായിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പ് രൂപപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ ഇവർ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടായിരിക്കണം. കാരണം മുഹമ്മദ് റിയാസ് തന്നെ എൻ്റെ പേര് പറഞ്ഞ് പണം മേടിച്ചിട്ടുണ്ട് പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയും ആ പരാതി മാധ്യമങ്ങളിലേക്ക് എത്തിക്കുകയും പിന്നീട് പ്രമോദ് കോട്ടൂളി തന്നെ ആ ശ്രീജിത്ത് എന്ന് പറയുന്ന പരാതിക്കാരനായ ആളുകളുടെ വീട്ടിൽ ചെന്ന് നിന്ന് ആര് എപ്പോൾ പണം കൊടുത്തു എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഈ ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥ കൊണ്ട് തന്നെ ഇളമരം കരീമും അതുപോലെ മോഹനൻ മാസ്റ്ററും ഒക്കെ മിണ്ടാതാവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപകടം അവർ മണത്തു. കാരണം അവരുടെ കൂടെയുള്ള കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകാർ, അമർ എന്നും മറ്റു പല പേരുള്ള 1-2 ആളുകളൊക്കെ റിയൽ എസ്റ്റേറ്റിലുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ പാർട്ടി ഓഫീസിൽ തന്നെ വന്ന് ഇരിപ്പാണെന്നും
അവരൊക്കെ പഴയ പാർട്ടിക്കാരാണെന്നും ആ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് മോഹന മാസ്റ്ററാണെന്നും അവരുടെ ഒരാളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ടാണ് ഇളമരം കരീമിൻ്റെ വാഹനം മേടിച്ചത് എന്നുമൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പൊന്തി വന്നു. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഈ പറയുന്ന പ്രമോദ് കോട്ടുകുളി വിഷയത്തിലും നേരത്തെ പറഞ്ഞ SR വിനോദ്കുമാറിൻ്റെ കേസിലുമൊക്കെ തന്നെ വളരെ കൃത്യമായി പിണറായി വിജയൻ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു. അതായത് നിങ്ങൾ എനിക്കെതിരെ ഒരു വിമർശനത്തിന് മുതിർന്നാൽ എനിക്കറിയാം നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ, അതുകൊണ്ട് എന്നെക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഫലം കാണുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ഇങ്ങനെയൊന്നും ചെയ്താൽ പേടിയില്ലാത്ത വളരെ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ ഒന്നും തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും എടുത്തിട്ടില്ല. കാരണം അങ്ങനെയുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം ഗോപി കോട്ടമർക്കലിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുത്തു, അതുപോലെ പി ശശിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുത്തു. ഇതുപോലെയുള്ള പലരെയും സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം പല ആരോപണങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാണ്, അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെട്ടവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വീണ്ടും അക്കോമഡേറ്റ് ചെയ്യാൻ അദ്ദേഹം സൗമനസ്യം കാണിക്കുമ്പോൾ അദ്ദേഹം ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, കാരണം എന്നോട് ലോയലായിരിക്കുക, വിധേയമായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ഇല്ലാത്ത ആരും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവരാരും തന്നെ ഒരു എതിർപ്പുമായി സംസ്ഥാന സമിതിയിൽ രംഗത്ത് വരും എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ഇനി വരുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഒളിച്ചു വെക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ഈ വിനോദ്കുമാറിൻ്റെ കേസിലും പ്രമോദ് കോട്ടുകുളിയുടെ കേസിലും പിണറായി വിജയൻ സംസ്ഥാന സമിതിക്കും പാർട്ടിക്കും നൽകിയിട്ടുള്ളത്.